പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ദൈവാനുഗ്രഹം കൊണ്ട് ഇരട്ടി ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ച് നമുക്കൊന്ന് പങ്കുവെക്കാം. ഇരട്ടി ഭാഗ്യം എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ലഭിച്ചതിനേക്കാൾ 10 മടങ്ങ് ധനനേട്ടങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇനി വരുന്നത് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമാണ്. പലവിധ ദുഃഖ അനുഭവങ്ങളും ഉണ്ടാകും. ധനാഗമങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്ന അന്നപാന സാധനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് ലഭ്യമാകും. അലങ്കാര വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കാനും സാധ്യതകൾ കൂടുതലാണ്. കാര്യതടസ്സങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് അത് തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട്. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം വർദ്ധിക്കും. വിവാഹ ആലോചനകൾക്ക് തടസ്സം നീങ്ങിവരും. കഴുത്തിന് മുകളിൽ ഉള്ള അംഗങ്ങളിൽ രോഗപീഠ, ത്വക്കുരോഗം, വായുകോപം ഇവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടും. മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്കും വകയുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ധനാഗമങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകില്ല. അലച്ചിലും ബുദ്ധിമുട്ടുകളും കുറഞ്ഞു തുടങ്ങും. മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കും. മനസ്വസ്ഥത ഉണ്ടാകും. പല വിധത്തിലുള്ള ധനാഗമങ്ങൾക്കും സാധ്യതയുണ്ട്. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാകും. നല്ല കർമ്മങ്ങൾക്കു വേണ്ടി പണം ചിലവഴിക്കാൻ അവസരങ്ങൾ ലഭിക്കും. വീട്ടിലെ കലഹ അന്തരീക്ഷം മാറിത്തുടങ്ങും. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ, വാതബന്ധിയായ വേദനകൾ ഇവ ശ്രദ്ധിക്കണം. ശത്രുക്കളുടെ ശക്തിയും കുറയും. പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വഴിയാത്രയ്ക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും മുതിർന്നവരുടെ ഇടപെടൽ മൂലം അത് പരിഹരിക്കും. ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സാധ്യതകൾ കൂടുതലാണ്. ഇടവക്കൂറിൽ പിറന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ശിവന് നിവേദ്യസഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം, വിദേശത്ത് അകപ്പെട്ടു പോയ ബന്ധുക്കളോ സന്താനങ്ങളോ തിരികെ നാട്ടിലേക്കെത്തുന്നൊരു സന്തോഷ വാർത്ത കേൾക്കാൻ ഇടയാകും. സഹോദരങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. പുതിയ വീട് പണി തുടങ്ങാൻ നല്ല സമയമാണ്. അഭീഷ്ടസിദ്ധി ഉണ്ടാകും. വരും ദിവസങ്ങളിൽ തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാസിദ്ധി പ്രയോഗിക്കേണ്ടതായിട്ട് വരും. ധനലാഭങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. സ്ഥാനമാനങ്ങളും അംഗീകാരവും ആദരവും ലഭിക്കും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിക്കഴിയുന്നതിന് അവസരം ലഭിക്കും. പുതിയ വസ്ത്രങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ചില ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കാൻ ഇടയുണ്ട്. ധനകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും.
പിതാവിനോ പിതൃതുല്യവർ ആയവർക്കോ രോഗാരിഷ്ഠിതകൾ ഉണ്ടാകും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും. തൊഴിൽ രംഗത്ത് നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്കും നല്ല അവസരങ്ങൾ ഉണ്ടാകും. മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇഷ്ടബന്ധുജനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദുഃഖമുണ്ടാക്കാൻ സാധ്യതകൾ കൂടുതലാണ്. പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാകും. ശത്രുക്കളുടെ എണ്ണം കുറയും. സ്ഥാനഭ്രംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തെ പരാജയങ്ങൾ അതിജീവിക്കും. അധികാരസ്ഥാനങ്ങളിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകും. കേസുകാര്യങ്ങൾ പരാജയത്തിലേക്ക് വരാതെ ശ്രദ്ധിക്കണം. വീട്ടിൽ സ്വസ്ഥത കൂടുതലാകും. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥകൾ വരെ മാറിക്കിട്ടും. ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൊതുവെ ആരോഗ്യം നന്നായിരിക്കുമെങ്കിലും വരും ദിവസങ്ങളിൽ പനി, ചുമ, ഉദരരോഗം ഇവ ശ്രദ്ധിക്കണം. കരാറുകാർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ലഭിക്കാനും അതുവഴി കുറച്ച് നേട്ടങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹമോചന കേസുകളിൽ പരാജയം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സുഹൃത്ത് ബന്ധങ്ങൾക്കും ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തർക്ക വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക. ഇവർ ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കന്നിക്കൂറിൽ പിറന്ന ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. പഴകിയ രോഗങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധിക്കും. ധനലാഭവും ധനനഷ്ടവും ഒരുപോലെ പ്രതീക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ. ഭാര്യാഭർത്തൃ സുഖം, സന്താന സുഖം ഇവ ഉണ്ടാകും. പല കാര്യങ്ങൾക്കും സമർത്ഥമായി നേതൃത്വം നൽകാൻ സാധിക്കും. ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകില്ല. ശത്രുപീഡകൾ കുറഞ്ഞു തുടങ്ങും. ത്രിദോഷങ്ങൾ കോപിച്ചുണ്ടാകുന്ന അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം. അഗ്നിപീഡയുണ്ടാകാൻ സാധ്യതയുണ്ട്. വഴിയാത്രകൾ ധാരാളം വേണ്ടിവരും. ഉപാസനകൾ ശരിയാണോ എന്ന സംശയം ഉണ്ടാകും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങും. സ്വയം തിരഞ്ഞെടുത്ത വിവാഹങ്ങൾ ഭംഗിയായി നടക്കും. ഭൂമി കൈമാറ്റങ്ങൾ നടക്കും. തൊഴിൽ രംഗം സമ്മിശ്ര ഫലമായിരിക്കും നൽകുക. ദോഷപരിഹാരാർത്ഥം വിദ്യാർത്ഥികൾ വിഷ്ണുവിന് ശ്രീ വിദ്യാരാജഗോപാല മന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തുലാക്കൂറിൽ ചിത്തിര നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ചൊന്ന് നോക്കാം. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു തുടങ്ങും. പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. പലതരത്തിലുള്ള അനർത്ഥങ്ങളും വിട്ടൊഴിയും. ആവശ്യമില്ലാതെ പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. നേത്രരോഗം, വായുകോപം, സന്ധിവേദന ഇവ അതിജീവിക്കും. കേസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ബുദ്ധിസാമർഥ്യവും വാക്ക് സാമർഥ്യവും കൊണ്ട് പല കാര്യങ്ങളും നേടാനാകും. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. മക്കളെ കൊണ്ട് സമാധാനം ഇരട്ടിയായിട്ട് ലഭിക്കും. അതുപോലെ ബന്ധുജനങ്ങളുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഇവരിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെത്തിമാല ചാർത്തി കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി എടുത്തു പറയേണ്ട ഒരു രാശിക്കാർ മകരക്കൂറുകാരാണ്. മകരക്കൂറിൽ ഉത്രാടം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ധനലാഭ ഐശ്വര്യങ്ങൾ ഇരട്ടിയായിട്ട് ലഭിക്കും. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. പുതിയ വീടിനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയാൽ വിജയിക്കും. പലവിധ ആപത്തുകളും അതിജീവിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഭയം മാറിത്തുടങ്ങും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. അപവാദങ്ങൾ കേൾക്കാനുള്ള സാഹചര്യം മാറ്റിവെക്കുക. മാനസിക അസ്വസ്ഥതകൾ കുറേയൊക്കെ മാറിക്കിട്ടും.
ബന്ധുജനങ്ങൾക്ക് ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരീരത്തിന് ചടവും ശക്തിക്കുറവും അനുഭവപ്പെടും. കഴുത്തിനും തോൾഭാഗത്തിനും നെഞ്ചിനകത്തും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിനുള്ള അലസതകൾ മാറിക്കിട്ടും. ഇവർ ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.